ഇന്ന് പാലക്കാട് കണ്ണമ്പുറ കൊട്ടേക്കാട് വീട് തകർന്ന് അമ്മയ്ക്കും മകനും ദാരുണ അന്ത്യം സംഭവിച്ചു. അല്പം മുമ്പ് ഒരു വാർത്ത വന്നു. കണ്ണമ്പുറ കൊട്ടേക്കാട് സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നു. ഈ പാലക്കാട് നിന്ന് വലിയ ദുരന്തത്തിൻ്റെ വാർത്തകളാണ് ഈ പ്രഭാതത്തിൽ വരുന്നത്. നിഖിൽ പ്രമേഷ്, എന്തൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്? എസ് ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് കിടന്നുറങ്ങുകയായിരുന്ന അമ്മയുടെയും മകന്റെയും ദേഹത്തേക്ക് ഈ വീട് പൊടുന്നനെ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരുടെ വീടിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ ഒരു മഴക്കാലത്ത് ഈ കാറ്റിലും മഴയിലും തകർന്നു വീഴുമെന്ന് ആരും കരുതിയിരുന്നില്ല. അവർ നേരത്തെ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു, വീടിന് ബലക്ഷയമുണ്ട് എന്നുള്ള കാര്യം. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശി സുലോചന 54 വയസ്സാണ് ഇവർക്ക്. മകൻ 33 വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച കാലത്ത് 6 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം. ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇവരുടെ മേലേക്ക് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും മറ്റും വിവരം അറിയിച്ചത്. പിന്നീട് നാട്ടുകാരും പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്താണ് ഈ ശക്തമായ കാറ്റിലും മഴയിലും ഈ ചുമർ ഇവരുടെ ദേഹത്തേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ ശബ്ദം കേട്ടാണ് നാട്ടുകാർ അവിടേക്ക് എത്തിയത്. രക്ഷാപ്രവർത്തനം ആദ്യം ആരംഭിച്ചതും അവർ തന്നെയായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ആദ്യം തന്നെ ആരംഭിച്ചതും. തുടർന്ന് ഇരുവരെയും പുറത്തെടുത്തു. ഈ മണ്ണിനകത്ത് നിന്ന് ആളുകളെ പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് പൂർത്തിയാക്കി അവരെ പുറത്തെടുത്തപ്പോൾ തന്നെ അവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായിരുന്നു എന്നാണ് അവിടെയുള്ള ആളുകൾ തന്നെ പങ്കുവെക്കുന്ന കാര്യം. അവരെ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ അവരുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. ഗുരുതരമായ പരിക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നു. ഏറ്റവും അടുത്ത് ലഭ്യമാകുന്ന ആശുപത്രി എന്നുള്ള നിലയ്ക്കാണ് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇരുവരെയും പ്രവേശിപ്പിച്ചത്. അവിടെ എത്തിക്കുമ്പോൾ തന്നെ അവരുടെ ആരോഗ്യനില വളരെയധികം മോശമായി തുടരുകയായിരുന്നു. പിന്നീട് അല്പസമയം കഴിഞ്ഞ് അവരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ പാലക്കാട് നിന്ന് പുറത്തു വരുന്നത്. ഒരു അമ്മയുടെ മകന്റെയും വിയോഗ വാർത്ത, അതായത് അവിടുത്തെ വാർഡിലെ മെമ്പർ മേഘ അനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മേഘ, ഈ അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മെമ്പറിന് ലഭിച്ചത്? ഗുഡ് മോർണിംഗ്. ഹലോ, പറയൂ മേഘ. അത് ഇപ്പൊ ചുമര് മാത്രമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് വീണു കഴിഞ്ഞ അപേക്ഷയൊക്കെ വെച്ചു. അവർ പഞ്ചായത്തിൽ അപേക്ഷയൊക്കെ വെച്ച് ഞാൻ സഹായിച്ചു, അവരെ കൊണ്ട് വെപ്പിച്ചു. അത് വൈകാതെ കിട്ടും. അതുകൊണ്ട് പുറത്തൊരു ചാള വെച്ച് ഇപ്പം എന്ന് വെച്ചാൽ ഇനിയിപ്പോ വീഴാനുള്ള ചാൻസ് ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ചിലപ്പോ ഒരു ചാളയെങ്കിലും വെച്ച് കെട്ടിയിട്ട് നമുക്ക് ഇത് താമസിക്കാം, ഇല്ലെങ്കിൽ വേണ്ട സൗകര്യം ഒരുക്കി തരാം എന്ന് പറയുമ്പോഴേ ഇല്ല എവിടെ ഇരിക്കുന്നുള്ളൂ. അപ്പൊ ഒരു കട്ടിലെങ്കിലും തിരിച്ചിട്ട് അങ്ങനെയെങ്കിലും കിടക്കാൻ നോക്കുക. എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കിടക്കുന്നൊക്കെ ഞാൻ ഇടപെടാറുണ്ട്. പിന്നെ അസുഖമാണ്, ദാരുണാവസ്ഥയാണ് എന്നുള്ള സമയത്തും ഞാൻ വന്ന് ഇടപെടാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ എന്നെ പറഞ്ഞാൽ കേൾക്കില്ല, മോളപ്പ എന്തായാലും പറഞ്ഞാൽ കേൾക്കാത്തവരാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ എന്ന് പറഞ്ഞ് ഓട്ടോയൊക്കെ കൊണ്ടുവന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഈ കഴിഞ്ഞിടയിൽ ഒരു പനി വന്നപ്പോഴും കേട്ടിരുന്നില്ല. അപ്പൊ ഞാൻ മൊത്തത്തിൽ അവർ പറഞ്ഞാൽ എന്താ അവരുടേതായ ഒരു രീതിക്ക് നീങ്ങല്ലാതെ മറ്റൊരാൾ പറയുന്നത് അവരെടുത്തോണ്ട് ചെയ്യുന്ന ഒരു നിലപാട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്രയും പറ്റിപ്പോയത്. ഓക്കെ, എന്തായാലും സങ്കടകരമായ വാർത്തയായിപ്പോയി. എന്തായാലും മേഘ അനിൽ, താങ്ക് യു മോർണിംഗ് ഷോയിൽ വന്നതിന്. നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ, യഥാർത്ഥത്തിൽ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. അവിടെ മറ്റു പൊതുപ്രവർത്തകർക്ക് എത്തിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ വീടിന് ബലക്ഷയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ ഭാഗികമായ ഒരു ഭാഗം ആണ് ഈ ബലക്ഷയപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു റിപ്പയർ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ ഒരുപക്ഷെ പഞ്ചായത്തിനും സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ജനപ്രതിനിധികൾ വിശദീകരിക്കുന്നത്. എന്തായാലും 2 മരണം അതുമൂലം ഉണ്ടായിരിക്കുകയാണ്. അത് നമുക്ക് ഒരു നിലയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 പേരുടെ ദേഹത്തേക്ക് ഈ കെട്ടിടം തകർന്നു വീഴുക, അതിനടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേൽക്കുക എന്നൊക്കെ പറയുന്നത് വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇരുവരുടെയും മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ വേണ്ടി മാറ്റും. ഇരുവരുടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ തന്നെ പറയുന്നത് അവർക്ക് അവിടെ എത്തിക്കുമ്പോൾ തന്നെ അവർ ഈ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഏതാണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ മരണം ഉറപ്പിച്ചിരുന്നു. കാരണം ആ തരത്തിലുള്ള പരിക്കുകളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഈ മഴക്കാലത്തും പാലക്കാട് തന്നെ ഒരു മുറിവേൽക്കുന്ന സാഹചര്യമാണ് ഈ അമ്മയുടെയും മകന്റെയും മരണത്തിലൂടെ സംഭവിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ നാട്ടുകാർക്ക് ഇതുവരെ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിലുള്ള വേദനയായി മാറുകയാണ് ഈ അമ്മയുടെയും മകന്റെയും വിയോഗം. എന്തായാലും ഇന്ന് രാവിലെ 6 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്.
കിടക്കുകയായിരുന്നു ഈ രണ്ടുപേരും. അവരുടെ ദേഹത്തേക്കാണ് ഈ ശക്തമായ കാറ്റിലും മഴയിലും ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് അവരുടെ മേലേക്ക് വീഴുന്നത്. ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതിന് തൊട്ടരികിൽ തന്നെയാണ് ഇരുവരും കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരുടെയും ദേഹത്തേക്ക് ഈ ചുമർ ഇടിഞ്ഞു വീഴുകയും അവരതിനടിയിൽ അകപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള ആളുകളാണ്, തൊട്ടടുത്ത വീടുകളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് അവിടേക്ക് ഓടിയെത്തുകയും ഇവരെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെടുക്കാൻ ശ്രമം നടത്തുകയും ചെയ്ത് അവരുടെ നേതൃത്വത്തിൽ ഈ ഇരുവരെയും പുറത്തേക്ക് എത്തിക്കുകയും പൊടുന്നനെ തന്നെ എത്രയും വേഗത്തിൽ തന്നെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അവരെ എത്തിക്കുകയുമായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കുമ്പോൾ തന്നെ അവരുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ അവരെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. സങ്കടകരമായ വാർത്തയായിപ്പോയി ഈ മഴക്കെടുതി. പാലക്കാട് രണ്ടുപേരുടെ ജീവൻ അപകരിച്ചു എന്നാണ് വാർത്ത.